ആ ശരി. ആ എന്താ വക്കീലേ? സർ, ഞാൻ അവരുടെ അഡ്വക്കേറ്റാ. ഇപ്പൊ കാണാൻ പറ്റില്ല വക്കീലേ. എനിക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനാ. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ വക്കീലേ. വക്കീല് പോവാൻ നോക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? മാഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മാമച്ചൻ എന്ന് പറയുന്ന പരാതിക്കാരൻ പാലം പണിയിൽ വൻ ക്രമക്കേടാണ് നടത്തിയത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാളുടെ ബില്ലുകളൊന്നും പാസ്സാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ആ ദേഷ്യ ഇങ്ങനെ അയാള് തീർക്കുന്നത്. നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയോ? ഇല്ല. വാങ്ങിയെന്നാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നേ. അതൊരു ചതിയായിരുന്നു മാഡം. ശരത് എന്നൊരാളെ അയാളെ സ്വാധീനിച്ച് നടത്തിയ ഒരു നാടകം. അതിന്റെ ഇരയാ ഞാൻ. എന്റെ വീട്ടില് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഒരാളാ ശരത്ത്. അയാള് തരുന്ന വാടകയാന്ന് പറഞ്ഞ ആ നോട്ടുകൾ അവൻ എന്റെ തന്നത്. മറ്റൊന്നും ആലോചിക്കാതെ ഞാനത് വാങ്ങിയെന്നുള്ളത് ശരിയാ. കോടതി അതെങ്ങനെ വിശ്വസിക്കും? മാഡം, ഈ കേസില് വിജിലൻസ് കാര് പറയുന്നതിൽ ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട് മാഡം. മാമച്ചന്റെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണല്ലോ കേസ്. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫയൽ ഒപ്പിട്ടാ പോരായിരുന്നോ? എന്തിനാ ഫയലിൽ എന്റെ വിയോജിപ്പ് എഴുതണം? എഴുതിയെന്ന് മാത്രല്ല മാഡം, ഞാൻ ആ ഫയൽ മുകളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സർവീസിൽ കയറിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കിട്ടിയ ഒരു ആശ്രിത നിയമനത്തിലൂടെയാ എനിക്ക് ജോലി കിട്ടിയത്. ഞാനൊരിക്കലും കൈക്കൂലി വാങ്ങില്ല മാഡം. ഇരിക്കുന്ന കസേരയുടെ മഹത്വം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് കളങ്കപ്പെടുത്തില്ല. എന്റെ നിരപരാധിത്വം കോടതി പരിഗണിക്കണം. ശരത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത എല്ലാ സത്യങ്ങളും പുറത്തു വരും. അതിനുള്ള ഉത്തരവുണ്ടാവണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കാം. പ്ലീസ്. റിലീസ് ഹർ. കൈക്കൂലി വാങ്ങിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇത്. ഈ FIR റദ്ദാക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കുന്നതും കുറ്റാരമാണ്. അതുകൊണ്ട് ഈ കേസിൽ ദേവിക നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് ഈ കോടതിക്കിഷ്ടം. ശരത് എന്ന വ്യക്തി ഈ കേസിലെ യഥാർത്ഥ പ്രതിയാണെന്ന് കോടതി സംശയിക്കുന്നു. വേണ്ട തെളിവുകൾ ഹാജരാക്കുന്നതുവരെ പ്രതിയെന്ന് സംശയിക്കുന്ന ശരത്തിനെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ആഹാ, കരയുവാണോ? അല്ല, കാമുകിയെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം കാണുമല്ലോ. ഇതാണ് കർമ്മ. വിഷ്ണു പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ദേവിക അകത്ത് പോകുന്നു. ഇതിൽ പരം സന്തോഷം എനിക്കിനി കിട്ടാനേ ഇല്ല. കോടതികള് ഇനിയുണ്ടല്ലോ, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോളാം. എനിക്ക് സിദ്ധോടിനോട് തോന്നുന്നത് എന്താണെന്നറിയോ? വെറും സഹതാപം മാത്രം.
എന്തിനാ സിദ്ധുവേട്ടാ ദേവികയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം ജീവിതവും കരിയറും കളയുന്ന? എത്ര പ്രഗത്ഭനായ അഭിഭാഷകനാണ് സിദ്ധുവേട്ടനെന്നറിയോ? എന്നിട്ട് ഇവിടെ വെച്ച് ഓഫീസർമാര് തടഞ്ഞില്ലേ? അവരുടെയൊക്കെ മുൻപിൽ വെച്ച് നാണം കെട്ടില്ലേ സിദ്ധുവേട്ടൻ? എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നെ? നമുക്കെന്തായാലും പിരിയാം. എന്നാലും ദേവികയെ കല്യാണം കഴിക്കരുത്. അവളെക്കാളും നല്ലൊരു പെണ്ണിനെ സിദ്ധുവേട്ടന് വേറെ കിട്ടും. വേണമെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. അവളുടെ മുഖം ഈ നെഞ്ചിനകത്ത് പച്ച കുത്തിയ പോലെ കുത്തി വച്ചിരിക്കുക. അത് മായ്ക്കാൻ നിനക്കൊന്നും കഴിയത്തില്ലടി. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചും ഞാൻ ചിന്തിക്കത്തു പോലുമില്ല. എങ്കി അനുഭവിച്ചോ, എനിക്കെന്താ. അല്ല, എന്താണോ ഇത്രയും നേരം കാണാത്തത്? സാധാരണ പെട്ടെന്ന് കഴിയേണ്ടതാണല്ലോ നടപടിക്രമങ്ങളൊക്കെ. ചിലപ്പോ ജഡ്ജി നിർത്തി അങ്ങ് പൊരിക്കായിരിക്കും. ജോലി പോവെന്നുള്ള കാര്യം ഉറപ്പാണേ. ഒന്നാമത് പ്രൊബേഷന്. ആരെങ്കിലും ഈ മണ്ടത്തരം കാണിക്കൂ? നിനക്കും അപ്പോ ഈ ഗൂഢാലോചന പങ്കുണ്ടല്ലേ? നീ കൂടി ചേർന്നാണല്ലേ പാവന്റെ ദേവിയെ കുടിക്കത്? അതാണല്ലേ ഈ സന്തോഷം? ഗൂഢാലോചനയിലൊന്നും എനിക്ക് പങ്കില്ല. പക്ഷെ ദേവികയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അവള് നശിച്ച് നാറാണക്കല്ല് തോണ്ടണമെന്നാ എനിക്ക് ആഗ്രഹം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളെയാ. നശിക്കാൻ പോകുന്നത് അവളായിരിക്കില്ല, നീയായിരിക്കും. എന്റെ പൊന്ന് സിദ്ധോട്ട, ഏതാനും നിമിഷങ്ങൾക്കകം വിജിലൻസുകാരുടെ അകമ്പടിയോടെ സിദ്ധോട്ടന്റെ കാമുകി ജയിലിലേക്ക് പോവാൻ വേണ്ടി വരും. ആ ഗതികേട് എന്തായാലും എനിക്കുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ നശിച്ചതാരാ? ഞാനോ അതോ അവളോ? നോക്കി നിന്നോ, ഇപ്പൊ വരും ദേവിക എന്ന കൈക്കൂലിക്കാരി പ്രതി. എവിടെ? ആര്? ഓഫീസർമാര്. ഓ, എന്നെ അറസ്റ്റ് ചെയ്ത വിജിലൻസ് ഓഫീസർമാരോ? അവര് വരും. വരുന്നോ? അപ്പൊ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? പിന്നെ കൊണ്ടുപോകത്തില്ലയോ? പക്ഷെ എന്നെ അല്ലെന്ന് മാത്രം. നിന്റെ ശരത്തിന്. അങ്ങോട്ടേക്ക് നോക്കി നിന്നോ. കാണാൻ കാത്തിരുന്ന കാഴ്ച അവിടെ നിനക്ക് കാണാം. എന്തേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങനെയും ചിലത് സംഭവിക്കാറുണ്ട് കോടതിയിൽ. ഈ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന അത്തരം അനുഭവങ്ങളിലെ ഇന്നത്തെ നായിക ഞാനായിരുന്നു.